ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിലെ വ്യാജ നിയമന തട്ടിപ്പ് കേസ് അട്ടിമറിച്ചതായി പരാതി. തൃക്കുന്നപ്പുഴ സ്വദേശിനി ശരണ്യയാണ് തട്ടിപ്പ് നടത്തിയത്. കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ. ശരണ്യയെ കസ്റ്റഡിയിൽ വെച്ച് മൊഴി മാറ്റിച്ചതായും പരാതിയുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിൻഷാദ്, കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള ശരണ്യക്കെതിരെ പോലീസ് കേസെടുത്തത്. ഷാജിയാണ് നിയമനം നൽകാം എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഇതിന്റെ പേരിൽ ഷാജഹാൻ തുടർന്നോളൂ. ഇതിന്റെ പേരിൽ വ്യാപകമായിട്ട് പോലീസിന്റെ വ്യാജ കാർഡുകളും അതുപോലെ ഐഡന്റിറ്റി കാർഡുകൾ അടക്കം അടിച്ചു നൽകിയാണ് ഇവരെ ഉദ്യോഗാർത്ഥികളെ വിശ്വസിപ്പിച്ചിരുന്നത്. ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചത്. ഏകദേശം 100 പേരുടെ പരാതി ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ എന്ന നിലയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് നിയമനത്തിന് വേണ്ടി ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നാട്ടിൽ തന്നെ വ്യാപകമായിട്ട് തട്ടിപ്പ് നടന്നത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഇവരുടെ തട്ടിപ്പുമായി പങ്കുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആഭ്യന്തരമന്ത്രിക്കും യാതൊരു കളങ്കവും ഉണ്ടാകാത്ത തരത്തിൽ കേസ് തേച്ചുമാച്ച് കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പെൺകുട്ടി, അതായത് ഈ തട്ടിപ്പ് നടത്തിയ കേസിലെ ശരണ്യ എന്ന പെൺകുട്ടിയെ കായംകുളം പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു ഒരാഴ്ചത്തോളമായിട്ട്. സാധാരണഗതിയിൽ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നുള്ളതാണ് നിയമമെങ്കിൽ പോലും ഈ നിയമമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കായംകുളത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ കസ്റ്റഡിയിൽ വെച്ച് മൊഴി മാറ്റിയത്. ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിലെ വ്യാജ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവന്നത്. കേസ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിന്നു എന്നതാണ് ഏറ്റവും പുതിയ പരാതി. തൃക്കുന്നപ്പുഴ സ്വദേശിനി ശരണ്യയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണെന്ന് ഇതിനകം തന്നെ ബോധ്യമായി.